Hi, good afternoon to all. Namaskaram. I am Lakshmi Priya from Central University of Kerala, BSc Biology. നമസ്കാരം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് രണ്ടാം ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ തേനീച്ചയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ വളരെ ദൈർഘ്യമേറും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇടുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തി എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇല്ല അപ്പുറത്തേക്ക് പോവാം. സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് എല്ലാറ്റിലും ഒന്നും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കണം. ഇതൊന്ന് ചുറ്റി നമ്മുടെ നാടിനെ സംബന്ധിച്ചിട്ട് കവുങ്ങ്, അതുപോലെ മരങ്ങൾ, ചെടികൾ, തൊട്ട് താഴത്തത് അതിനപ്പുറത്ത് നമുക്ക് തേൻ ലഭിക്കുന്നത് റബ്ബർ മരത്തിൻ്റെ ഇലയിൽ നിന്നാണ്. ഇല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല. റബ്ബറിൻ്റെ പൂവിൽ നിന്ന് നല്ല തേൻ കിട്ടൽ, റബ്ബറിൻ്റെ ഇലയിൽ നിന്ന് തേൻ കിട്ടുമെന്നൊക്കെ ഒരു സംശയം വരും. എന്നൊരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുന്നത് നമുക്ക് റബ്ബറിൻ്റെ ഇലകളിൽ നിന്നാണെന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. റബ്ബർ, തെങ്ങ്, കമുക്. തേനീച്ചയെക്കുറിച്ചുള്ള തിയറി അറിവ് കുറച്ച് കുറവാണെങ്കിലും പ്രാക്ടിക്കൽ അറിവ് നമുക്കുണ്ട്. എന്നാലും തിയറി നമ്മുടെ മാഡം പറഞ്ഞുതരും. ഫോർ എക്സാമ്പിൾ എപ്പികൾച്ചർ എന്ന് പറയുമ്പോൾ കുറേ ഹണി ബീയുടെ സയൻറ്റിഫിക് നെയിം, അതുപോലെ തന്നെ കുറേ ടൂള്, കുറേ ഹൈവിൻ്റെ കുറേ പേരുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്കും നമുക്ക് കിട്ടും. പക്ഷെ ഒരു കുട്ടി ശരിക്കും അത് റിയലി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ, നമ്മൾ തിയറിയിൽ പഠിച്ചതിൻ്റെ വാല്യൂ ഒന്നും കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിന്ത മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ സിലബസിൽ, അതായത് ഈ മൈനർ കോഴ്സായിട്ടാണ് സുവോളജി മൈനർ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്കണോമിക് സുവോളജി എന്നൊരു കോഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും. അതിൽ ഒരു മോഡ്യൂൾ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, നമ്മൾ അതുവരെയുള്ള 4 മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫീൽഡ് വിസിറ്റിലൂടെ നമ്മൾക്കൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുട്ടികൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഒരു സിലബസ് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ എപ്പികൾച്ചർ പ്രാക്ടീസസ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നടത്തുന്ന അതിൻ്റെ എക്സ്പേർട്ടുമായിട്ട്, അതിൻ്റെ ഫാർമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, മാത്രമല്ല ഇത് നേരിൽ കണ്ട് അതിൻ്റെ ആ ഒരു സൗന്ദര്യം ഞാൻ പറയും, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാനും കൂടി ഇവിടെ നമ്മൾ 15 പേരടങ്ങുന്ന ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചതിലും കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഞാൻ വിചാരിച്ചതിലും എത്രയോ മടങ്ങ് തന്നെയാണ്. അതിന് എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ഒരു കുടുംബത്തോടാണ്, കരുണാകരൻ സാറിനോടാണ്. സാറിൻ്റെ എക്സ്പീരിയൻസ് സാറ് പറയുന്നത് 1980 തൊട്ട് തന്നെ സാറ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു തേനീച്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്പം ഭയമാണ് അവരെ കാണുമ്പോൾ. നമ്മുടെ വീടുകളിൽ ഒരു കൂട് കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. ഇന്ന് സാറ് ഓരോ കൂടും സാറ് പരിചരിക്കുമ്പോൾ സാറിനോട് ഓടി വന്ന് സാറിനോട് കുശലം പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് സാറ് ആ ഒരു എന്താണ്, ആ ജീവികളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടൻ്റ്. മാത്രമല്ല സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഹെവൻലി ആയിട്ടുള്ള ക്രീച്ചേഴ്സാണ് ഈ ഹണി ബി എന്ന് പറയുന്നത്. അവരുണ്ടാക്കുന്ന തേനെന്ന് പറയണത് ഒരിക്കലും നശിക്കില്ല, അതൊരിക്കലും കേടാവില്ല. മാത്രമല്ല അത് എത്ര നമ്മളത് അനുഭവിക്കുന്നോ അത്രയും നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള നമ്മളുടെ നമ്മുടെ അവസ്ഥ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൂടി അദ്ദേഹത്തിൻ്റെ പഠനത്തിന്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ഈ എംസൈം കൂടും ഞാൻ പറഞ്ഞ, ഒന്ന് മരത്തിൻ്റെത്, രണ്ടാമത്തെ പ്ലാസ്റ്റിക് ഈസ് നല്ലൊരു കൺവേയിങ് ഇതാണ്, അതിൽ ബാധിക്കില്ല, ഒന്നും ലോസ് ആവില്ല. മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ കൊടുക്കണം, വട്ടമുള്ള ഗ്ലാസ്സിൽ. അതിനൊരു വേറൊരു കാരണമുണ്ട്, ഇത് നക്കിയിട്ടേ കഴിക്കാവൂ. എന്തുകൊണ്ട് വെച്ചാൽ ഒന്നാകെ വയലിട്ട് കഴിച്ചാൽ ബ്ലോക്ക് ആവും, ചിലപ്പോൾ കൊളാപ്സ് ആവും. പണ്ടത്തവർ ശരി, ഇത് അറിഞ്ഞിട്ടോ അറിയാതെയോ അവർ ശരി. നമ്മളിപ്പോൾ പുതിയ സംവിധാനങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ പല പുതിയതിലേക്ക് മാറിയതെല്ലാം തെറ്റ് അല്ലേ? അതാണ് കാര്യം. അപ്പൊ അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. മൂന്ന് സബ്സ്റ്റൻസ്. സ്റ്റീൽ അല്ല, മെറ്റൽ എല്ലാം, എവറി മെറ്റൽ.
But plastic, wooden, then also glass is good for storage as well as handling the. അതെ. പിന്നെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പോർസലിന്റെ സ്പൂണാണ്. ഐ യൂസ് ടു ഹാവ് ഹണി എവറി ഡേ. ഈ തേനീച്ച ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നേരത്തെ എടുത്ത തേനാണ് ഈ കൊടുക്കുന്നത്. സ്റ്റീൽ പാത്രം ഉപയോഗിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതുപോലുള്ള തേനെടുക്കുന്ന എക്സ്ട്രാക്റ്റ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് വേറെ ഓപ്ഷനില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും. ഇനി അടുത്ത വീഡിയോ വരുന്നത് സ്റ്റിംഗ്ലെസ് ബി ആണ്. നല്ല ചെറുതേനീച്ചയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും വിവരണങ്ങളുമായിട്ട് പുതിയ ചെറുതേനീച്ചയെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. നന്ദി, നമസ്കാരം. हिंदी आदमी के लिए बात करता हूँ कि हमारा ये वीडियो अभी इधर समाप्त हुआ. दूसरा वीडियो अभी आएगा. वो छोटा साइज हनी है, वो स्टिमलेस भी है. तो आप लोगों को ये वीडियो अच्छा दिखाया लगता है. ओके, दूसरा बोलने के लिए कुछ नहीं. पूरे आदमी को अभी हम हनी दिया, वो लोग टेस्ट किया, अच्छा बोल रहे हैं. नमस्ते, नमस्ते, नमस्ते. Hi, good afternoon to all. Namaskaram. I am Lakshmi Priya from Central University of Kerala, BSc Biology. Which place actually you are from? I am from Odisha. Yes. So thank you to Sir Karunakaram. He will invited us to the beautiful place. Like we all are influenced by them. Like at such a age, he is doing such a great job. He is practicing the honey business from the very 20 or 30 years ago. It's not about the theory classes. We are getting so many experience from here, real life experience. Not even we are getting the honey business. We are getting the rubber kind of things, loaded with natural things, everything. Great hospitality, everything we are getting from this. Yeah. Thank you.